ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തീയൊന്നും കത്തിക്കാതെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറൊന്നും ചേർക്കാതെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളറിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ എടുക്കാം. ഞാനിവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും എടുത്തിട്ടില്ല. നേന്ത്രപ്പഴം, ആപ്പിൾ, ചെറി അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ടുള്ളൂ കേട്ടോ. എടുത്തിട്ട് നമ്മളടുത്തുള്ള ഏത് ഫ്രൂട്ട്സ് ആയാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. അപ്പോൾ ഏത് ഫ്രൂട്ട് സലാഡാണെങ്കിലും നമുക്ക് ആ തണുപ്പോടെ കഴിക്കുമ്പോഴാണല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ മുട്ടപ്പഴം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടപ്പഴം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് മുട്ടപ്പഴം ഉള്ള വീടുകളും ഉണ്ടാവും. പക്ഷേ കുട്ടികൾക്കൊന്നും അതങ്ങനെ വെറുതെ കഴിക്കാനൊന്നും അധികം ഇഷ്ടമുണ്ടാവില്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ വെറുതെ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പൊരു ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീമിൻ്റെ രുചിയിലൊരു മുട്ടപ്പഴത്തിൻ്റെ ഷെയ്ക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് മുട്ടപ്പഴം. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് വേർപ്പെടുത്തിയിടാം. പിന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള മുട്ടപ്പഴം വേണം കേട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ ഇതിനൊരു കറ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള മുട്ടപ്പഴം നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഓരോ മുട്ടപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാല് നമ്മൾ എത്രത്തോളമാണോ നമുക്ക് കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ പാലിൻ്റെ അളവ്. അപ്പോൾ അടിച്ച് നോക്കിയിട്ട് പിന്നെ കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ആ വാനില കസ്റ്റാർഡിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജാറടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാനും. ഇതിലിപ്പോൾ തിക്കൊക്കെ നല്ല പാകമാണ്. അപ്പോൾ ഇനി കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പാലൊഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. പിന്നെ നല്ല കൂടുതലായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കട്ടിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതലായിട്ട് കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ പാലൊഴിച്ച് കൊടുക്കേണ്ട. അതുപോലെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ മധുരമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവും ഫുള്ള് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഉണക്കമുന്തിരി ആണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കളറിലുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്